ഹലോ, എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. +1 വിദ്യാർത്ഥികൾ അവരുടെ പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ടുള്ള ആലോചനകൾ, ചിന്തകൾ, ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. ഇനിയധികം സമയമൊന്നുമില്ല. മാർച്ച് മാസത്തിൽ +1 വിദ്യാർത്ഥികൾക്ക് +1 പബ്ലിക് എക്സാം എഴുതാനുണ്ട്. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് +1 ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് നിങ്ങൾ ഏത് രീതിയിലാണ് തയ്യാറെടുക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് നിങ്ങൾ മുൻപ് എഴുതിയ SLCക്കും മറ്റുമൊക്കെ എഴുതിയ പരീക്ഷകളിൽ നിന്നും ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് എന്ത് തരത്തിലുള്ള ചേഞ്ചാണ്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഏത് രീതിയിലുള്ള കണ്ടന്റുകളാണ് പഠിക്കേണ്ടത്, എന്തൊക്കെ ഗ്രാമറാണ് പഠിക്കേണ്ടത്, ഇതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒറ്റ കാര്യം പറയട്ടെ. നിങ്ങൾക്ക് ഇംഗ്ലീഷ് സബ്ജക്റ്റിലെ എല്ലാ ചാപ്റ്ററുകളുടെയും റിവിഷനും ഫുൾ നോട്ട്സും എല്ലാ ഗ്രാമർ ക്ലാസ്സുകളും എല്ലാം കിട്ടുന്ന ഒരു ക്രാഷ് കോഴ്സ്, നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇതെല്ലാം പഠിച്ചെടുക്കാവുന്ന ഒരു ക്രാഷ് കോഴ്സ് ഓപ്പൺ ഔട്ട് ലേണിംഗ് ആപ്പിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആ ആപ്പിൽ വളരെ ചെറിയൊരു ഫീക്ക് ആ കോഴ്സ് ലഭ്യമാണ്. നിങ്ങൾ നേരെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തിട്ടുള്ള ഒരു ഫോൺ നമ്പർ ഉണ്ട്. ആ ഫോൺ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. അല്ലെങ്കിൽ ഞാൻ സ്ക്രീനിൽ ആ നമ്പർ കാണിക്കുന്നുണ്ട്. 88 48 78 75 79 നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. കൃത്യമായ ഡീറ്റെയിൽസ് കിട്ടും. +1 ഇംഗ്ലീഷ് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിച്ചെടുക്കാൻ ആ ക്രാഷ് കോഴ്സ് നിങ്ങളെ സഹായിക്കും. ഓക്കെ, ഇനി വീഡിയോയിലേക്ക് കടക്കാം. +1 ഇംഗ്ലീഷ് പരീക്ഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണെന്നുള്ളതാണ് ഞാൻ ഏറ്റവും ആദ്യം പറയാൻ പോകുന്നത്. നമുക്കറിയാം, SSLC ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇംഗ്ലീഷ് എക്സാമിൽ പാഠഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ സാമാന്യം സ്ട്രെയിറ്റ് ആയിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ആ പാഠത്തെക്കുറിച്ച് ചോദിക്കുന്നതൊന്നുമല്ല. അപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളൊരു സ്റ്റോറി പഠിച്ചാൽ അതിലേതെങ്കിലും ഒരു കഥാപാത്രം എഴുതുന്ന ലെറ്ററോ, ആ കഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലെറ്ററോ, ഡയറിയോ, അല്ലെങ്കിൽ എന്താ പറയുക, അയാളുടെ നറേഷനോ, റൈറ്റപ്പോ, അങ്ങനത്തെ ടൈപ്പ് ചോദ്യങ്ങളാണ് കൂടുതൽ വരിക. അല്ലെങ്കിൽ ന്യൂസ് റിപ്പോർട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ വരാറുണ്ടായിരുന്നത് അല്ലേ. എന്നാൽ നിങ്ങൾ +1ലേക്ക് എത്തുമ്പോൾ ഒരു പാഠഭാഗത്തിൽ നിങ്ങൾ വായിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുന്ന കഥയ്ക്കപ്പുറത്ത് ഓരോ ചാപ്റ്ററിൻ്റെയും ഉള്ളിലൊരു കണ്ടൻറ്റ് വേറെ ഉണ്ടാവും, ഒരു തീം വേറെ ഉണ്ടാവും. ആ തീം ബേസ് ചെയ്തിട്ടാണ് കൂടുതൽ ചോദ്യങ്ങളും ചോദിക്കുക. അതായത് കുറച്ചുകൂടി നിങ്ങൾ ചിന്തിച്ചെഴുതേണ്ട രീതിയിൽ, അല്ലാതെ കഥ പഠിച്ച് കഥ എഴുതി വെച്ചാൽ അല്ല നിങ്ങൾക്ക് +1 ഇംഗ്ലീഷിൽ മാർക്ക് കിട്ടുക. പകരം ആ കഥയിലുള്ള തീമിനെ ബേസ് ചെയ്തിട്ടായിരിക്കും പലപ്പോഴും ചോദ്യം ചോദിക്കുന്നത്. ഉദാഹരണത്തിന് നിങ്ങൾ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മൈ ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ, ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ, ആ ചാപ്റ്റർ നമുക്കറിയാം. ഒരു യങ് സീഗൾ, അവന് പറക്കാൻ ഉള്ള അവൻ്റെ ഭയവും അവസാനം അവൻ്റെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് സ്വയം പറക്കാൻ തയ്യാറാവുന്നതും അതിനു മുമ്പേ അവൻ നേരിടുന്ന പ്രതിസന്ധികളും ഒക്കെയാണല്ലേ. യഥാർത്ഥത്തിൽ ആ കഥ അങ്ങനെയാണെങ്കിൽ പോലും അത് കൈകാര്യം ചെയ്യുന്ന തീം എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് തൻ്റെ ഗോൾ, തൻ്റെ ലക്ഷ്യങ്ങൾ അറ്റൈൻ ചെയ്യുന്നതിന് മുമ്പെയുള്ള അയാൾ നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും, പിന്നെ സെൽഫ് മോട്ടിവേഷൻ എത്രമാത്രം ആവശ്യമാണ് നമുക്ക് നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ എന്നൊക്കെയുള്ളൊരു തീമാണ് കൈകാര്യം ചെയ്യുന്നത്. ആ തീമിനെ ബേസ് ചെയ്തിട്ടാണ് കൂടുതൽ ചോദ്യങ്ങളും വരിക. ഈ രീതിയിൽ ഓരോ ചാപ്റ്ററിലും എന്താ പറയുക, ഉള്ളിലൊളിഞ്ഞ് കിടക്കുന്ന ഒരു തീമുണ്ട്. ആ തീമിനെ ബേസ് ചെയ്തിട്ടായിരിക്കും കൂടുതൽ ചോദ്യങ്ങൾ. മാത്രവുമല്ല, കഴിഞ്ഞ വർഷം നിങ്ങൾ ചോദിച്ചതിനേക്കാൾ കൂടുതൽ ടൈപ്പ് ഡിസ്കോഴ്സുകൾ വരും. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇമെയിൽ എന്നൊരു സംഭവം SLC പരീക്ഷ സമയത്തൊന്നും പഠിക്കാനില്ലായിരുന്നു. അതേപോലെ ലൈവ് റിപ്പോർട്ടിംഗ്, ട്രാവലോഗ്, അതായത് യാത്രാ വിവരണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇത്തവണ അല്ലെങ്കിൽ +1ലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഫോമാറ്റ്സ് പഠിക്കുമ്പോൾ ജസ്റ്റ് ഈ പറയുന്ന ലെറ്റർ, ഡയറി കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിന് പുറമെയാണ് ഞാൻ പറയുന്നത് കുറിപ്പുകൾക്ക് പാരഗ്രാഫുകൾ, അതായത് പാരഗ്രാഫ്, റൈറ്റപ്പ്, ഈ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പുതുതായിട്ട് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇത്തവണ പഠിക്കാനുണ്ടാവും. ഓരോന്നും നമുക്ക് പഠിക്കാം. അതിനുള്ള വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ചെയ്യും. അതായത് SSLC പരീക്ഷാ സമയത്ത് നിങ്ങൾ എഴുതിയതിനേക്കാൾ കൂടുതൽ ടൈപ്പ് ഡിസ്കോഴ്സുകളുണ്ട്. ചോദ്യങ്ങൾ വരുന്നത് നേരിട്ട് പാഠത്തിൻ്റെ കഥയുമായി ബന്ധപ്പെട്ട് തന്നെയേക്കാളും തീമുമായി ബന്ധപ്പെട്ടായിരിക്കാനാണ് സാധ്യതകൾ. ഓക്കെ, ആ രീതിയിലൊക്കെ ആണ് ചോദ്യങ്ങൾ വരിക. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കും. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോഴും ആ തീം എന്താണെന്ന് മനസ്സിലാക്കി ആ തീമുമായി ബന്ധപ്പെട്ട് എഴുതാൻ പറ്റിയ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഉള്ളിൽ ആദ്യം വേണം. ഒരു പാഠം പഠിക്കുമ്പോൾ കഥ പഠിച്ചാൽ പോരാ, അതിൻ്റെ തീം എന്താണെന്നും ആ തീമുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എഴുതാൻ കിട്ടുന്ന കാര്യങ്ങൾ എന്താണെന്നും നിങ്ങൾക്കൊരു ബോധം കൃത്യമായിട്ട് വേണം. അങ്ങനെ എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയൂ. പിന്നെ ഗ്രാമറിലേക്ക് വരുന്ന സമയത്ത് ഗ്രാമറും SSLC പരീക്ഷയ്ക്കൊക്കെ ഉള്ള പോലെ 20 മാർക്കിൻ്റെ ഗ്രാമറൊന്നും +1 പരീക്ഷയ്ക്ക് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതാണ്ട് ഒരു 8 മാർക്കിനൊക്കെയാണ് പൊതുവെ ഗ്രാമർ ചോദ്യങ്ങൾ വരാറുള്ളത്. അത് തന്നെ നിങ്ങൾക്ക്
റിപ്പോർട്ടർ സ്പീച്ച് വരാറുണ്ട്, ഇഫ് ക്ലോസ് വരാറുണ്ട്, അതേപോലെ വരാറുള്ള മറ്റൊന്ന് എഡിറ്റിംഗ് ഒക്കെ വരാറുണ്ട്. പക്ഷേ ഇതൊക്കെ ചോദിക്കുന്ന രീതിക്കൊരു മാറ്റമുണ്ട്. ഇപ്പോൾ എഡിറ്റിംഗ് നിങ്ങൾ SSC പരീക്ഷയിൽ ചോദിച്ചപ്പോൾ നിങ്ങൾക്കറിയാം, ഒരു പാരഗ്രാഫ് കൊടുത്തിട്ട് അതിലെ മിസ്റ്റേക്സ് ഒന്നുകിൽ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ബോൾഡായിട്ട് കൊടുത്തിട്ടുണ്ടോ, അതായത് മിസ്റ്റേക്സ് എന്താണെന്ന് അവർ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്, അത് നമ്മൾ കറക്റ്റ് ചെയ്താൽ മതി. എന്നാൽ +1 എത്തുമ്പോൾ മിസ്റ്റേക്സ് എന്താണെന്ന് കൊടുക്കില്ല, ജസ്റ്റ് പാരഗ്രാഫ് കൊടുക്കും. മിസ്റ്റേക്സ് ഉണ്ടോ എന്ന് നമ്മൾ കണ്ടെത്തിയ ശേഷം വേണം അത് തിരുത്താൻ. അതായത് ഏതാണ് മിസ്റ്റേക്സ് കൊടുക്കില്ല, മിസ്റ്റേക്സ് ഉണ്ടോ നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം, എന്നിട്ട് അത് തിരുത്തണം. ഇപ്പോൾ റിപ്പോർട്ട് സ്പീച്ച് ആണെങ്കിൽ SSC പരീക്ഷയിൽ ഒരാളൊരു ചോദ്യം ചോദിക്കുന്നു, മറ്റൊരാൾ മറുപടി പറയുന്നു എന്ന രീതിയിലായിരുന്നുവെങ്കിൽ +1ലേക്ക് വരുമ്പോൾ ഒരാൾ ചോദ്യം ചോദിക്കുന്നു, അയാൾ മറുപടി പറയുന്നു, മറ്റേ വീണ്ടും ഒരു കാര്യം പറയുന്നു, അതിന് മറ്റൊരാൾ മറുപടി പറയുന്നു. ഈ രീതിയിൽ 3, 4, 5 എക്സ്ചേഞ്ചസ് ഉണ്ടാവും. അത് മൊത്തം നമ്മൾ റിപ്പോർട്ട് സ്പീച്ചിൽ മറ്റൊരു പാരഗ്രാഫ് പോലെയൊക്കെ എഴുതാനുണ്ടാവും. ഈ രീതിയിൽ ചില ചേഞ്ചസ് നമുക്ക് ഗ്രാമറിലും പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, പാഠഭാഗത്തിൻ്റെ തീം മനസ്സിലാക്കി ആ തീമിനെ ബേസ് ചെയ്ത് എഴുതാനുള്ള കാര്യങ്ങളാൽ നിങ്ങളുടെ മൈൻഡിൽ വേണം. രണ്ടാമത്തെ കാര്യം, ഡിസ്കോഴ്സുകൾ കൂടുതൽ, അതായത് ഇമെയിലും ട്രാവലോഗും അതേപോലെ ലൈവ് റിപ്പോർട്ടിങ്ങും ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എക്സ്ട്രാ വരുന്നുണ്ട് തവണ. ഇതെല്ലാം നിങ്ങൾ പഠിക്കണം. മൂന്നാമതായിട്ട് ഗ്രാമർ പഠിക്കുമ്പോൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് കാര്യങ്ങൾ പഠിക്കേണ്ടി വരും. ഇതെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് എക്സാമിന് നിങ്ങൾക്ക് മാർക്ക് വാങ്ങാം. ഞാൻ നേരത്തെ പറഞ്ഞത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾക്ക് ഇതെല്ലാം പഠിക്കാനുള്ളൊരു കോഴ്സ് ഓപ്പൺ ഓൺ ലേണിംഗ് ആപ്പിലുണ്ട്. ഞാൻ ഈ പറഞ്ഞ ഫോൺ നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ വിവരങ്ങളും ലഭിക്കും. ആ കോഴ്സ് നിങ്ങൾ ജോയിൻ ചെയ്യുക. ഓക്കെ, വീണ്ടും കാണാം. താങ്ക് യു.